ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പാട്ട് വ്ളോഗ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ രാവിലെ കോഴികളെ വിട്ട സമയത്ത് നല്ല മഴയാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ മഴത്ത് കോഴികളെ വിട്ട് കോഴികൾ ഒരു പരിധി വരെയൊക്കെ ഭക്ഷണം എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മഴത്ത് കൂടുതലായിട്ടൊന്നും വെള്ളം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ ഇതുപോലെ തന്നെ ഒരു പാത്രമൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഡയറക്റ്റ് മഴവെള്ളം വീഴുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോഴികൾക്ക് നല്ല ശുദ്ധമായിട്ടുള്ള തണുത്ത വെള്ളം ഇങ്ങനെ കുടിക്കുക കേട്ടോ. പിന്നെ വല്ലാതെ കേടായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ വെള്ളം ഒഴിവാക്കിയിട്ട് ഇതുപോലെ പാത്രം ഒന്നുകൂടി ക്ലീൻ ചെയ്തിട്ട് അവിടെ തന്നെ ഒന്നുകൂടി വെച്ച് കൊടുക്കും കേട്ടോ. പിന്നെ ഓരോ ദിവസവും ഭക്ഷണത്തിൻ്റെ കൂടെ ഓരോ ഐറ്റം പുല്ല് വർഗ്ഗങ്ങളാണ് കൊടുക്കാറുള്ളത്. ഇന്ന് സാധാ പുല്ലാണ് കൊടുത്തത്. ചില ദിവസങ്ങളിൽ വാഴൻ്റെ ഇല കൊടുക്കും, അതുപോലെ തന്നെ പപ്പായയുടെ ഇല, അതുപോലെ തന്നെ മറ്റ് മുരിങ്ങയില, അങ്ങനത്തെ ഐറ്റം സാധനങ്ങളാണ് കൊടുക്കാറുള്ളത്. പിന്നെ ഇന്നത്തതിൽ ഭക്ഷണത്തിൽ ഞങ്ങൾ ഗോതമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പൊക്കെ കുതിർത്തിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ ഗോതമ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം അത് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഗോതമ്പ് തന്നെ മുളപ്പിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. മുട്ട ഉൽപ്പാദനത്തിന് നല്ല ഒരു സാധനമാണ്. അത് മുളപ്പിച്ചിട്ട് ഇതുപോലെ തന്നെ കീ കെട്ടുന്ന രീതിയിലൊക്കെ നമ്മളൊരു തുണിയിലൊക്കെ കെട്ടി വെച്ച് അതിലേക്ക് നല്ല സെറ്റ് ചെയ്ത് പിന്നെ വെള്ളം തളിച്ച് കൊടുത്തതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ മുളപ്പിച്ച രീതിയിൽ കൊടുക്കുമ്പോൾ കോഴികൾക്ക് മുട്ടയിടാൻ നല്ല ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ മഴക്കാലം ആകുമ്പോഴേക്ക് കൂടും പരിസരമൊക്കെ ഒന്ന് നല്ല വൃത്തിയായിട്ടൊക്കെ നമ്മൾ സൂക്ഷിക്കണം. കാരണം മഴക്കാലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് പല അസുഖങ്ങളും കോഴികൾക്ക് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ കോഴിൻ്റെ കൂടൊക്കെ ക്ലീനാക്കി അവിടെ ഈർച്ചപ്പൊടിയാണ് ഇട്ടത്. ചിലവർ ചിപ്ലിയുടെ പൊടിയൊക്കെ ഇടും കേട്ടോ. ചിപ്ലിപ്പൊടി ഇടുന്നത് നല്ലതാണ്. ഈർച്ചപ്പൊടി ഇടുമ്പോൾ നമുക്ക് ആ പൊടി കുറച്ചുകൂടി കേടായി കഴിഞ്ഞതിൻ്റെ ശേഷം അത് തെങ്ങിനൊക്കെ വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ തന്നെ തെങ്ങിന് പറ്റിയ വളം ഇതുപോലെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോൾ ഞാൻ വിടുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലെ ചെറിയ വീഡിയോകളുമായിട്ട് വരാം. അതുവരെ നന്ദി, നമസ്കാരം.